ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നവംബർ 18th ആണ്. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, നവംബർ 19th. ചെറുപ്പം മുതൽ എൻ്റെ ബർത്ത്ഡേസ് ഭയങ്കര സ്പെഷ്യലാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ സ്പെഷ്യലൊക്കെ നോക്കിയിട്ടുണ്ട്. കുറച്ച് എൻ്റെ നെയ്ബർ ഫ്രണ്ട്സ് വരും, കുറച്ച് ക്ലാസ്സിലെ ഫ്രണ്ട്സ് വരും, ഒരു കേക്ക് കട്ടിങ്, ഇങ്ങനെ ആസ് യൂഷ്വൽ എല്ലാവരും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എനിക്കും ഭയങ്കര സ്പെഷ്യലാണ്. ആൻഡ് നാളെ എനിക്ക് 23 വയസ്സാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 23 വയസ്സായിട്ട് വളർന്ന് ഇങ്ങനെ ഇത്ര എക്സൈറ്റഡ് ആവുന്നതാണ്. പക്ഷേ എനിക്ക് അറിയത്തില്ല, എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്. പൊതുവെ ഞാൻ ഒരു മാസം മുമ്പ് തുടങ്ങാറുണ്ട്. ഇപ്രാവശ്യം കറക്റ്റ് എനിക്ക് ഒരാഴ്ച മുമ്പ് പനിയെല്ലാം പിടിച്ചതുകൊണ്ട് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കുറവാണ്. ബട്ട് സ്റ്റിൽ ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേ ഞാൻ തന്നെ ഓർഗനൈസ് ചെയ്യാറ്. എൻ്റെ കളർ തീമിൽ അങ്ങനത്തെ ഒക്കെ സംഭവമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അത്രയ്ക്കൊന്നും എത്തിയില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സോ കോൾഡ് റൂംമേറ്റ്സ് പറഞ്ഞു അവരെന്നെ ഡെക്കറേഷൻ എല്ലാം ചെയ്യാമെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഈ വ്ളോഗിനെ പ്രത്യേകിച്ച് എനിക്കറിയത്തില്ല ഇത് എങ്ങനെ പോവും എന്തായിരിക്കും എന്നൊന്നും. ബിക്കോസ് അങ്ങനെയാണല്ലോ ബർത്ത്ഡേക്ക് നമുക്ക് പ്ലാൻ എൻ്റെ പ്ലാനിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ യൂഷ്വലി എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നു പോകാറുണ്ട്. ഇതിനെനിക്ക് ഇൻട്രോ എടുക്കാൻ മറക്കരുത്, ഞാൻ തന്നെ എന്നെ ഓർമ്മിപ്പിച്ചെടുത്തതാണ്. ആൻഡ് ഇതിലൊക്കെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നാളെ എനിക്ക് എക്സാം ഉണ്ട്. നാളെ എനിക്ക് ഇൻറ്റേർണൽ എക്സാമാണ്. അതിന് നമ്മളൊരു ഭാഗത്ത് പഠിക്കണം. അതിൻ്റെ അടുത്ത് എനിക്ക് ഇപ്പുറത്ത് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. സോ ഇതൊക്കെ തന്നെയുള്ളൂ ഇൻട്രോ. സോ ഇഫ് യു സോ ഇഷ്ടമായാൽ ലൈക്ക്, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ. ജോജു നമുക്ക് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. സ്റ്റിൽ 18th 19th ആയിട്ടില്ല. ആൻഡ് നല്ല നോട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെല്ലാം അവൻ തന്നെ ഡെക്കറേറ്റ് ചെയ്തത്. ആ പാവം, ഇതെങ്ങനെയാണ് എഫേർട്സ് നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒട്ടിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല, അത് വേറെ കാര്യം. നല്ല പിടിക്കാം. നല്ല ഭംഗി. ഞാൻ നാളെ കേട്ടോ ഇത് ബർത്ത്ഡേക്ക് ഡ്രസ്സിന് മാച്ചാവുന്ന വയസ്സ് എൻ്റെ ബ്ലാക്ക് ടോപ്പാണ്. ഞാൻ ഇല്ലാതിരിക്കുമായിരുന്നു മാല എൻ്റെ ഇതെല്ലാം സെലക്ഷനൊക്കെ ചോദിച്ചോ. ഹായ് ഗൈസ്, അപ്പോൾ ദിസ് ഈസ് മൈ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഇതും ഒരു ജീനോ ആണ്. അപ്പോൾ ഇപ്പം സമയം 11:45, അതായത് 18ാം തീയതി 11:45 നൈറ്റ്. ആൻഡ് 15 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് 23 വയസ്സാവും. അപ്പോൾ അപ്പുറത്ത് അവർ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. അപ്പോൾ എന്നെ സർപ്രൈസൊക്കെ വേണ്ടി അവർ ഡെക്കറേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് എന്തായിരിക്കും എന്നൊക്കെ. ആൻഡ് ഇതാണ് എനിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. മറ്റേ മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആൻഡ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നല്ല മാച്ചായി പോകുന്നുണ്ട്. അപ്പോൾ എക്സൈറ്റഡ് ആണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് എക്സൈറ്റഡ് ആണ്. എനിക്ക് നാളെ എക്സാമാണ്. ഞാൻ തൊട്ടിട്ടില്ല. മിക്കവാറും ഞാൻ എക്സാം എഴുതാൻ പോവില്ല. കാരണം എനിക്ക് എക്സാമിന് പഠിക്കാണ്ട് പോകാതെ പഠിക്കാണ്ട് പോകാൻ കോൺഫിഡൻസ് ഇല്ല. പക്ഷേ എക്സാം ഉച്ചയ്ക്കാണ്. അപ്പോൾ രാവിലെ ഇരുന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ പോവാം. സോ 59 അതായത് 11:59. ഇനി എനിക്ക് പെട്ടെന്ന് കോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കോള് വരാൻ സാധ്യതയില്ല. 59 ഇത് താരം മിസ് ചെയ്യാ. താരം എന്നെ വിളിക്കുന്നില്ല. സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുന്നത് കൂടണ ആരാൻ വേണ്ടി നടക്കൂലോ. ഹാപ്പി ബർത്ത്ഡേ
ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday to you, dear Fifi. Happy birthday to you. പ്രക്കാതമായ ചേട്ടനെടുത്ത് ചോദിക്കുന്നില്ല. തൂക്കിയാണോ ഇഷ്ടായി? ഹായ്, സുഡിയോയിലെ പെർഫ്യൂം. ലെറ്റർ വലിയ മാത്രല്ല, പിന്നെ പിന്നെ കൊള്ളാം. നല്ല ഷർട്ട്. കാണിക്കല്ലേ, ഞാനല്ലേ കാണിക്കല്ലേ. ആ, എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമായിരുന്നു നോസിനൊക്കെ. இதை பற்றி கவலைப்படாதீங்க. நீங்கள் நினச்ச எல்லா கனவும், நீங்கள் ஆசைப்பட்ட எல்லா விஷயமும் நிறைவேற இந்த இயற்கையும் இந்த கடவுளையும் நான் வேண்டி நல்லதே நடக்கும். இனிய பிறந்தநாள் நல்வாழ்த்துக்கள் பிசா. ரொம்ப ஹாப்பியாக இருக்கும். സോ ഗൈസ്, ഇന്ന് നവംബർ 22. ഇന്നെങ്കിലും ഞാൻ എൻ്റെ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്ലോഡ് ചെയ്യും. സോ ആസ് യൂഷ്വൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വീഡിയോൻ്റെ ഒരു ഔട്ട്രോ ഇല്ലാന്ന്. സ്വാഭാവികം, ഞാൻ എല്ലാ വീഡിയോസിനും എന്തെങ്കിലും ഒരു സാധനം മറക്കാറുണ്ട്, അതേപോലെയാണ്. സോ അന്നത്തെ ദിവസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അന്ന് രാത്രി എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് വന്നു. ആൻഡ് ദാറ്റ് വാസ് എന്താ പറയുക, വെരി സർപ്രൈസിങ്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചു 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി കണ്ടന്റ് ഇതിലുണ്ടാവുന്നു. പക്ഷെ 2 പേരും അന്ന് എന്നെ വന്നു. ആൻഡ് അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഓരോ കാര്യങ്ങളും ഞാൻ ഇവരെ ഇത്രയും അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഡെക്കറേഷനൊക്കെ ഇതൊക്കെ ഇപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അതിലും അടിപൊളിയായിരുന്നു. പിന്നെ റിസാൻ്റെ കുറേ ഗിഫ്റ്റ്സ്, പിന്നെ ജീവൻ, പിന്നെ അനൂപ്, ഇവരെല്ലാം ലെറ്റർ. അതെനിക്ക് ഭയങ്കര സർപ്രൈസ്. ലെറ്ററൊക്കെ എഴുതി തന്നേക്കും. ദാറ്റ് ഹാൻഡ് മെയ്ഡ് തിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത്, പിന്നെ വേറെയും കുറച്ച് ഗിഫ്റ്റ്സ് കിട്ടായിരുന്നു. ഫ്ലവേഴ്സ്, ടീഷർട്ട്, ഇതൊന്നും ഞാൻ ഇൻക്ലൂഡ് ആക്കിയില്ല, കാരണം അന്ന് രാത്രിയല്ല ഇതൊന്നും കിട്ടുന്നത്. അപ്പോൾ അതൊന്നും ഇൻക്ലൂഡ് ആക്കിയില്ല. ബട്ട് സ്റ്റിൽ ദാറ്റ് ഡേ വാസ് വെരി സ്പെഷ്യൽ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മറന്നു, ഈ സേതുപതിൻ്റെ വോയിസ്. സേതുപതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഫ് യു ഡോണ്ട് നോ, സേതുപതി പിന്നെ സിംഗേഴ്സ് പ്രദീപ് കുമാർ, ഇവരൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. സേതുപതിൻ്റെ വോയിസിൽ എനിക്ക് കന്യ ഒരു ബർത്ത്ഡേ വിഷ് വന്നപ്പോഴേക്കും ഞാനങ്ങ് തകർന്നു പോയ സീനാണ് നിങ്ങളവിടെ കണ്ടത്. ഞാൻ ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ അതും എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ കുറേ നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു അന്ന്. ആൻഡ് അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ ഒരു വ്ളോഗ് ഇടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും ഷൂട്ട് ചെയ്യാൻ നെക്സ്റ്റ് ഡേ ഞാൻ പിന്നെ എക്സാമിന് പോയില്ല. അതാണ്, നമ്മൾ എക്സാമിന് പോയില്ല കാരണം രാത്രി നമ്മൾ ഈ സ്റ്റോറി എല്ലാം കണ്ട് ഉറങ്ങാൻ ലേറ്റ് ആയല്ലോ. സോ എക്സാമിന് പോയില്ല. അതിന് തന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. സോ അതൊക്കെയാണ് സംഭവങ്ങൾ. സോ ഞാൻ നെക്സ്റ്റ് ലോങ് വീഡിയോ സൂൺ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പറയില്ല. ഞാൻ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേ നൈറ്റ്. hope you like the video. If you like subscribe adine pinne. Yeah guys, see you soon. Bye bye.